السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് കറാമത്ത് എന്ന വിഷയത്തിലാണ് സുഹൃത്തിൻ്റെ സംശയം. ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചാൽ 3 വിഭാഗം ആളുകളെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മുഅ്ജിസത്തും കറാമത്തും നിഷേധിച്ച ആളുകൾ. അമ്പിയാക്കന്മാർക്കുള്ള മുഅ്ജിസത്ത് ഇല്ല, അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ കറാമത്തിനെ നിഷേധിച്ചവരെ കാണാൻ കഴിയും. രണ്ടാമതൊരു കൂട്ടർ മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും പേരിൽ അതിര് കവിഞ്ഞു പോയ ചില ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ഖുർആനിലും സുന്നത്തിലും എന്താണോ മുഅ്ജിസത്തിനെ സംബന്ധിച്ചും കറാമത്തിനെ സംബന്ധിച്ചുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അത് അംഗീകരിക്കുകയും അത് ഏറ്റക്കുറച്ചിലുകൾ കൂടാതെ മനസ്സിലാക്കുകയും ചെയ്യുന്നവർ. ഇവിടെ സാധാരണയായി ആളുകൾക്കിടയിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംശയം, മുഅ്ജിസത്തുകളും കറാമത്തുകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും നൽകിയതാണല്ലോ. അങ്ങനെ അവർക്ക് നൽകിയ ആ കഴിവിൽ നിന്ന്, അവർക്ക് കഴിയുന്ന കഴിവിൽ നിന്ന് നമുക്ക് ചോദിച്ചാൽ എന്താണ് തെറ്റ്? അത് ശിർക്കാകുമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ അവർ മനുഷ്യരായിരുന്നു. ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വികാരങ്ങളും വിചാരങ്ങളും വേദനകളും ശാരീരികമായ പ്രയാസങ്ങളുമെല്ലാം ആ പ്രവാചകന്മാർക്കുണ്ടാകും. അതുകൊണ്ടാണ് ആ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യന്മാരാണല്ലോ, ഞങ്ങളിലേക്ക് മലക്കുകളാണ് പ്രവാചകന്മാരായി വരേണ്ടത് എന്ന അർത്ഥത്തിൽ പ്രവാചകന്മാരുടെ സമൂഹം സംസാരിച്ചതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ എന്നല്ല, ഒരു മനുഷ്യനുണ്ടാകുന്ന വികാര വിചാരങ്ങൾ പ്രവാചകന്മാർക്കുണ്ടാകാം. എന്നാൽ പ്രവാചകന്മാർ അമാനുഷികരാണോ? അല്ല. ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് പോലെയുള്ള കഴിവുകൾ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയിട്ടില്ല. പിന്നെ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുകൾ ഉണ്ടാവുകയില്ലേ? തീർച്ചയായിക്കൊണ്ടും ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തായിരുന്നു തൻ്റെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പാമ്പായി മാറുക എന്നുള്ളത്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തനിക്ക് നൽകപ്പെട്ട ആ മുഅ്ജിസത്തിനെ യഥേഷ്ടം ഏത് സമയത്തും യാതൊരു ഉപാധിയും കൂടാതെ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. ഈ വടി സ്വർണ്ണവടിയാകട്ടെ എന്ന് വിചാരിച്ച് മൂസാ നബി വടിയിട്ടാൽ അത് സ്വർണ്ണവടി ആകുന്നില്ല. ഇനി ഈ വടി വേറെ എന്തെങ്കിലും വസ്തുവായി മാറട്ടെ എന്ന് വിചാരിച്ച് മൂസാ നബി വടിയിട്ടാലോ അത് മാറുകയില്ല. അപ്പോൾ മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയത് ഒന്ന് ആ പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തിന് തെളിവായിട്ടും അതല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾക്ക് വിശ്വാസ ദൃഢീകരണത്തിനു വേണ്ടിയായിരിക്കാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയൊരു മുഅ്ജിസത്തായിരുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നി അഖ്ലുഖു ലക്കും മിനത് ത്വയ്നി കഹൈഅത്തി ത്വയ്ർ, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപത്തിൽ ഒരു രൂപമുണ്ടാക്കും.
ആ രൂപമുണ്ടാക്കുക എന്നത് മാത്രമേ അദ്ദേഹത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിയുകയുള്ളൂ. എന്നിട്ട് ഫഅൻഫുഖു ഫീഹി, ഞാൻ ആ പക്ഷിയുടെ രൂപത്തിലുണ്ടാക്കിയ ആ രൂപത്തിലേക്ക് ഞാൻ ഊതുക എന്നതും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിയുന്നതാണ്. എന്നാൽ ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട പക്ഷിയുടെ രൂപത്തിലുള്ള രൂപത്തെ ജീവനുള്ള പക്ഷിയാക്കി അള്ളാഹു മാറ്റും, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചെയ്യുന്നത് ഊതുക എന്ന ഭൗതിക പ്രവർത്തനമാണ്. അതിനെ പക്ഷിയാക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട മുഅ്ജിസത്താണല്ലോ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ പ്രവാചകന് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പ്രവാചകന് നൽകപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. ഈ ഖുർആൻ തന്നെ എടുത്തു നോക്കൂ. എനിക്ക് ഖുർആൻ വഹി കിട്ടണമെന്ന് പ്രവാചകൻ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും പ്രവാചകന് വഹി കിട്ടൂല. പ്രവാചകൻ ആഗ്രഹിച്ചപ്പോൾ പലപ്പോഴും വഴി കിട്ടാത്ത സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മുഅ്ജിസത്തുകൾ നൽകുന്നതും അത് പിടിച്ചു വെക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പ്രവാചകന്മാർക്ക് ആ മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്താൽ ആ പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് നേരിൽ കണ്ടവരായിരുന്നു പ്രവാചകന്റെ സഹാബത്ത്. ആ ജിബ്രീൽ വരുന്നതും റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കുന്നതുമെല്ലാം കണ്ണുകൊണ്ട് കണ്ടവരാണ് പ്രവാചകന്റെ സഹാബത്ത്. പക്ഷേ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പോലും റസൂലുള്ളാഹിന്റെ സഹാബത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയടിച്ച് സമുദ്രം പിളർന്ന് നേരിൽ കണ്ടവരാണ് ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ, വിശ്വാസികൾ. പക്ഷെ ആ മൂസാ നബിയോട് അവർ ഒരിക്കലും തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്തുകൾ നേരിട്ട് കണ്ടവരാണ് ഈസാ നബിയുടെ അൻസാരികൾ, ഹവാരികൾ. അവരാരും തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്. ഇനി കറാമത്തിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാമല്ലോ മറിയം ബീവിയുടെ കറാമത്ത് എന്തായിരുന്നു? ആ സമയത്ത് ലഭ്യമാകാത്ത ഭക്ഷണങ്ങൾ അവരുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഇറക്കിക്കൊടുത്തു. ഇത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്. അവരോട് ചോദിക്കുന്നു, അന്നാ ലക്കി ഹാദാ, എവിടെ നിന്നാണ് ഇത്രയുള്ള ഭക്ഷണ പദാർത്ഥം നിങ്ങൾക്ക് ലഭിച്ചത്? വലിയൊരു കറാമത്താണ്. ആ നാട്ടിൽ അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ മറിയം ബീവിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ കറാമത്താണ്. പക്ഷേ ആ കറാമത്ത് നേരിൽ കണ്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മനസ്സിൽ കാലങ്ങളായി സൂക്ഷിച്ചിരുന്ന ഒരു അഭിലാഷമുണ്ടായിരുന്നു. എന്താണത്? തനിക്ക് ഇത്രയും പ്രായമായിട്ടും ഒരു കുഞ്ഞില്ലല്ലോ, ഒരു സന്താന സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഭിലാഷം. വലിയൊരു കറാമത്ത് മറിയം ബീവിയിൽ കണ്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്തില്ല? ഏതായിരുന്നാലും ഇത്രയും കാലം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, ഒരു കറാമത്ത് ഞാൻ മുന്നിൽ കണ്ടല്ലോ, ആ കറാമത്തുള്ള മറിയം ബീവിയെ ഇടയാളനാക്കി, അല്ലെങ്കിൽ മറിയം ബീവിയോട് ഞാൻ ഇനി കുട്ടിയെ ചോദിക്കട്ടെ എന്നല്ല സക്കരിയ നബി ചിന്തിച്ചത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. ഈ കറാമത്തിന്റെ വിഷയം പറഞ്ഞ് ഉടനെ തന്നെ അള്ളാഹ് പറയാണ്, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തൻ്റെ റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, മുഅ്ജിസത്തും കറാമത്തുമുണ്ട്. ആ മുഅ്ജിസത്തുകളും കറാമത്തുകളും, കറാമത്ത് ആളുകൾക്ക് ബഹുമാനമായി അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾക്ക് ഒരു ആദരവായി അള്ളാഹു നൽകുന്നതാണ്. ഇവ തമ്മിൽ എന്താ വ്യത്യാസം? മുഅ്ജിസത്ത് ഒരു പ്രവാചകന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു പ്രവാചകനിലൂടെ അത്ഭുത സിദ്ധി കണ്ടാൽ അതൊരു മുഅ്ജിസത്താണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നാൽ ഒരു വലിയന്, ഒരു സ്വാലിഹായ മനുഷ്യന് ചിലപ്പോൾ എനിക്ക് ലഭിച്ചതൊരു കറാമത്താണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ട്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ മുഅ്ജിസത്തും കറാമത്തും ഉണ്ട്. പക്ഷേ ആ മുഅ്ജിസത്തും കറാമത്തും നൽകപ്പെട്ടവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ഇസ്ലാമിൽ തന്നെ പുറത്തേക്ക് പോകാവുന്ന
വലിയ ശിർക്കായി തീരും. അതാണ് ബഹുമാനനായ മൂസാ സലാഹി ഇവിടെ കഴിഞ്ഞ വിഷയാവതരിൽ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാകും. അതുകൊണ്ട് മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും പേരിൽ ഈ ഒരു ആളുകൾക്കിടയിലുള്ള ഈ തെറ്റിദ്ധാരണ ഒരിക്കലും നമുക്കുണ്ടാകരുത് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. യഥാർത്ഥമായ വിശ്വാസം പാലിക്കുമ്പോൾ ജ്യോത്സ്യന്മാരുമായി, കൈനോട്ടക്കാരുമായി, മഷിനോട്ടക്കാർ തുടങ്ങിയവരുമായൊക്കെ ബന്ധപ്പെടുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത്, സ്വീകരിക്കുന്നത്, ഇത് ഷിർക്കിൻ്റെ പരിധിയിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ്. സാധാരണയായി നമ്മുടെ ദിനപത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ സ്ഥിരമായി കാണുന്ന ഒരു കോളമാണ് നിങ്ങളുടെ ഈ ആഴ്ച. അതേപോലെ തന്നെ മാന്ത്രിക ഏലസ് പോലെയുള്ള ആളുകളെ അവരുടെ വികാരങ്ങളും അവരുടെ പ്രയാസങ്ങളും മുന്നിൽ വെച്ച് ചൂഷണം ചെയ്യുന്ന ഒരു പതിവ് സമൂഹത്തിൽ പൊതുവെ കാണാറുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? ഇങ്ങനെയുള്ള ഏലസുകളും അതുപോലെ തന്നെ തകിടുകളും പോലെയുള്ള തട്ടിപ്പുകളുമെല്ലാം അതിൽ തലവെച്ച് കൊടുക്കേണ്ടവനാണോ ഒരു മുസ്ലിം? എന്താണ് ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞ ഒരു കാര്യമാണ് ഗൈബിയായ അറിവുകൾ അഥവാ അദൃശ്യ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതൊരു ജ്യോത്സ്യനോ, ഒരു സാഹിറിനോ, ഒരു കൈനോട്ടക്കാരനോ, മഷിനോട്ടക്കാരനോ, ഒരു മജീഷ്യനോ ആർക്കും തന്നെ വരാനിരിക്കുന്നതും അദൃശ്യവുമായ കാര്യങ്ങൾ അറിയുകയില്ല. ഇത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ കൈനോട്ടക്കാരും ജ്യോത്സ്യക്കാരുമെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതാണ്, ഞങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാം എന്ന് വാദിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ഖുൽ, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വല അഅലമുൽ ഗൈബ്, എനിക്ക് അദൃശ്യജ്ഞാനമില്ല, അഥവാ ഗൈബിയായ വിവരങ്ങൾ ഒരു പ്രവാചകൻ പോലും ഇല്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരൻ ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കുമല്ലോ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ ഒരു വാഹനത്തിൽ യാത്ര പോവുകയാണ്, ആ വാഹനത്തിൽ യാത്ര പോകുമ്പോൾ അത് ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ആ വാഹനം പൊട്ടിത്തകരും എന്നൊരു ജ്യോത്സ്യൻ പറഞ്ഞാൽ അത് ഒന്നുകിൽ അയാളുടെ വല്ല ആളുകളോ അതിൽ ബോംബ് വെച്ച് അതിൻ്റെ ടൈം ബോംബ് കറക്റ്റായി ഇയാൾ പറഞ്ഞു ഇത്ര സമയത്ത് ആ വാഹനം തകരും. അത് ആളുകൾക്കിടയിൽ ഒരു വലിയ ചർച്ചയാവുകയും അയാൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ ശ്രമിക്കുകയും ചെയ്തേക്കാം. ഇനി അതല്ല, നേരെ മറിച്ച് അമ്പിയാക്കന്മാരായ ആളുകൾ, പ്രവാചകന്മാർ ചിലപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേക്കാം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു പ്രവാചകന് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. വഹി ലഭിക്കാത്ത ഒരു വിഷയം പോലും, അതൊരു തൻ്റെ മുമ്പിലുള്ള വിഷയമാണെങ്കിൽ പോലും സഹോദരങ്ങളെ, പ്രവാചകന്മാർക്ക് പോലും അറിയില്ല. എത്രത്തോളം ചോദിച്ചാൽ മറ്റു ജീവജാലങ്ങൾക്ക് ലഭിച്ച അറിവ് പോലും ചിലപ്പോൾ ഗൈബിയായ വിഷയത്തിൽ അല്ലെങ്കിൽ മറഞ്ഞ കാര്യത്തിൽ പ്രവാചകന്മാർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സൂറത്തുൻ നഹ്ലിലെ ഒരായത്തുണ്ട്. അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മൃഗങ്ങളെയും അതുപോലെ തന്നെ തൻ്റെ പക്ഷികളെയും എല്ലാം പരിശോധിച്ച സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതഫഖദ അത്വയ്ർ ഫഖാല മാലി ലാ അറ അൽ ഹുദ്ഹുദ, എന്ത് പറ്റിപ്പോയി, ഇന്ന് ഹുദ്ഹുദ് പക്ഷിയെ കാണുന്നില്ലല്ലോ. സാധാരണയായി കാണുന്ന പക്ഷിയാണല്ലോ ഹുദ്ഹുദ് പക്ഷി, ഇന്ന് ആ ഹുദ്ഹുദ് പക്ഷിയെ കാണുന്നില്ലല്ലോ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹുദ്ഹുദ് പക്ഷി
എൻ്റെ അടുക്കൽ ഒരു കൃത്യമായ തെളിവുമായി വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരെ അറുക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഹുദ്ഹുദ് പക്ഷി വരുന്നു. എന്നിട്ട് ആ ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുന്നത്, ഫഖാല അഹത്തു ബിമാ ലം തുഹിത് ബിഹി, നിങ്ങൾക്കറിയാത്തൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി. ആ സുലൈമാൻ നബിക്ക് തൻ്റെ രാജ്യത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് വിവരമില്ല, അറിവില്ല. കാരണം അറിഞ്ഞ കാര്യങ്ങൾ അള്ളാഹ് അറിയിച്ചു കൊടുത്താലേ അവർ അറിയുകയുള്ളൂ. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ വൃത്തിയായെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പക്ഷിക്ക് സുലൈമാൻ നബിക്കില്ലാത്ത വിജ്ഞാനം ലഭിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കാര്യകാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു പ്രവാചകന് പോലും തൻ്റെ അയൽവാസിയായ അല്ലെങ്കിൽ തൻ്റെ അയൽ പ്രദേശത്തുള്ള ഒരു രാജാവിനെ പോലും, രാജാവിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് പോലും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ അറിയാൻ കഴിയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ എങ്ങനെയാണ് ചില ജ്യോത്സ്യന്മാരൊക്കെ പറയുമ്പോൾ ചിലത് സത്യമായി കൊണ്ട് ഭവിക്കാറുണ്ടല്ലോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും. അതിന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്താണത് സംഭവം? വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞു, വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഹിം, പിശാചുക്കൾ, ശൈത്താൻമാർ അവൻ്റെ ഔലിയാക്കളിലേക്ക് വഹയികൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിശുദ്ധ ഖുർആന്റെ വഹയുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ എല്ലാ മലക്കുകളും സുജൂദിൽ വീണ് കിടക്കും. എന്നിട്ട് സംസാരം കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം തല ഉയർത്തും. എന്നിട്ട് ജിബ്രീലിനോട് മറ്റു മലക്കുകൾ ചോദിക്കും, എന്താണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറ്റു മലക്കുകൾക്ക് ആ വിവരം കൈമാറും. അങ്ങനെ മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഈ സംസാരിക്കുന്ന സംസാരം ഫയസ്മുഉ സാരിഖ്, കട്ട് കേൾക്കുന്ന ചില പിശാചുക്കൾ കട്ട് കേൾക്കും. എന്നിട്ട് ഹദീസിനെ വിശദീകരിക്കുന്ന റാവിമാർ പറയുകയാണ്, കൈ അട്ടിമേൽ അട്ടിയായിക്കോട്ടെ, അട്ടിക്കട്ടിയായി പിശാചുക്കൾ ആകാശലോകത്തുള്ള വാർത്തകൾ കട്ട് കേൾക്കാൻ വേണ്ടി ഒന്നിനു മുകളിൽ ഒന്നായിക്കൊണ്ടിങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ ആ കട്ട് കേൾക്കുന്ന സന്ദർഭത്തിൽ ശിഹാബ് അവരെ പിടികൂടും, തീജ്വാല അവരെ വന്ന് നശിപ്പിച്ചു കളയും. ചിലപ്പോഴെങ്കിലും ആ തീജ്വാല വരുന്നതിന് മുമ്പ് തങ്ങൾ കേട്ട ആ വാർത്ത തങ്ങളുടെ താഴെയുള്ള പിശാചിലേക്ക് അവർ പാസ് ചെയ്യും, കൈമാറും. അങ്ങനെ ആ കൈമാറി കിട്ടിയത് ആ കാഹിനിലേക്ക് അല്ലെങ്കിൽ സാഹിറിലേക്ക് ഈ പിശാചി എത്തിച്ചു കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, 100 അല്ലെങ്കിൽ ആ ഒരു സത്യത്തോട് 100 കളവുകൾ ചേർത്തുകൊണ്ട് അവർ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കും. അങ്ങനെ 100 കാര്യങ്ങൾ അവർ ആളുകളോട് പറയുമ്പോൾ ഒരു കാര്യം സത്യമാകും. ആ ഒരു കാര്യം സത്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഇവന് അബോധിക കഴിവുണ്ടായത് കൊണ്ടല്ല, ഇവൻ പിശാചിനെ പൂജിക്കുന്നവനാണ്. ആ പിശാച് അവൻ എത്തിച്ചു കൊടുത്തതാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഹിം, അവരുടെ ഔലിയാക്കന്മാരിലേക്ക് ശൈത്താൻമാർ വഹി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആ കിട്ടിയ വഹിന്റെ അടിസ്ഥാനത്തിൽ 100 കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം സത്യമായി വരും. ആളുകൾക്ക് അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒന്ന് സത്യമായാൽ മതി, ആ സത്യം മാത്രമേ ആളുകൾക്ക് പ്രചരിക്കുള്ളൂ. 100 പ്രാവശ്യം അയാൾ പറഞ്ഞത് തെറ്റിയാലും അതൊക്കെ ആളുകൾ മറക്കാൻ തയ്യാറാകും, ആളുകളത് മറക്കും. അങ്ങനെ ഒന്ന് മാത്രം കിട്ടിക്കൊണ്ട് ആളുകൾക്കിടയിൽ തൻ്റെ അനുയായികളെ വെച്ചുകൊണ്ട് അവർ ഏലസുകളും അതുപോലെ തന്നെ മറ്റുള്ള ഉറുക്കുകളുമെല്ലാം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കും. ഇങ്ങനെ ഈ പിശാചിൻ്റെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് ഒരു വിശ്വാസിയായ മനുഷ്യന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചെല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാരൻ്റെ അടുക്കിലേക്ക് തൻ്റെ ഭാവി അറിയാൻ വേണ്ടി അത് ചെല്ലാൻ പറ്റുമോ? സാധാരണ രസകരമായ ഒരു കഥ പറയാറുണ്ട്. ഒരു ജ്യോത്സ്യൻ, അയാൾ മറ്റുള്ള ആളുകളുടെ ഭാവി അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഭാവി പ്രവചിക്കാൻ വേണ്ടി ഒരു കുടയും ചൂടി ഇരിക്കുകയാണ്. ഒരാൾ കയറി വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഭാവി പറയാൻ കഴിയുമോ? കഴിയും. എങ്കിൽ എൻ്റെ കൈ നോക്കിക്കൊണ്ട് ഭാവി പറയൂ എന്ന് കൈ നീട്ടുന്നതിന് മുമ്പ് അയാളുടെ കരണക്കുറ്റിക്ക് ഒന്ന് വെച്ചു കൊടുത്തു അയാൾ. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് അടി കിട്ടുമെന്ന വിവരം പോലും നിങ്ങൾക്കില്ല,
എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ കരണക്കുറ്റിക്കൊരു അടി കിട്ടാനിരിക്കുന്നുണ്ട് എന്ന വിവരം പോലും ഇല്ലാത്തയാളാണ് ബോർഡും വെച്ച് ആളുകളുടെ ഭാവിയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന മുസീബത്തുകളുമെല്ലാം നിങ്ങൾ പ്രവചിക്കാറുള്ളൂ. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നിങ്ങൾക്കറിയാമല്ലോ, മറ്റുള്ള പിന്നെ മനുഷ്യ ദൈവങ്ങളും ആൾ ദൈവങ്ങളുമെല്ലാം അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വല്ല സാധനങ്ങളും കളവ് പോയാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് സാധാരണയായിക്കൊണ്ട് പതിവ്. ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഒരു വിശ്വാസിക്ക് കടന്നു ചെല്ലാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ. ഒരു കാഹിനിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു ജോൽസിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നു, എന്നിട്ട് അയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു, അയാൾ പറയുന്നത് അയാൾ വിശ്വസിക്കുകയും ചെയ്തു. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, അവൻ കാഫിറായി പോയിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ കറാമത്താണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ആൾ ദൈവമാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പിശാചിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് മനസ്സിലാക്കി, അതല്ലാതെ അതിലൊരിക്കലും ദിവ്യത്വമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അമാനുഷികതയോ അല്ലെങ്കിൽ അബോധികതയോ കണ്ടെത്താതെ അത് തീർത്തും പൈശാചികമാണെന്ന് മനസ്സിലാക്കി ആ വഴിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഒരു വിശ്വാസി വേണ്ടത്. എത്രത്തോളം അതിൻ്റെ ഗൗരവമുണ്ട് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഒരു ജോത്സ്യൻ്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ വശുനോട്ടക്കാരൻ്റെ കൈനോട്ടക്കാരൻ്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ ചെന്നാൽ അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ശരി, ആ ജോത്സ്യൻ്റെ അടുക്കിലേക്ക് പോയി 40 നിസ്കരിക്കാൻ മതിയല്ലോ, 41ാമത്തെ ദിവസം നിസ്കാരം തുടങ്ങിയാൽ മതി, എന്നാ പിന്നെ സ്വീകരിക്കല്ലോ. അങ്ങനല്ല. ഒരു ദിവസം നിസ്കരിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെന്താ, നിസ്കരിക്കണം, പക്ഷേ നിസ്കാരത്തിന് 0. അള്ളാഹിൻ്റെ അടുക്കൽ ഒരു കൂലി കിട്ടൂല, വെറും പണിയായിരിക്കും. അതല്ലാതെ 40 ദിവസം നിസ്കരിക്കണ്ട, 41ാമത്തെ ദിവസം നിസ്കരിച്ചാൽ മതി എന്നല്ല. നേരെ മറിച്ച് അവൻ പറയുന്നത് ഈ ജോത്സ്യനും അതുപോലെ തന്നെ കാഹിനും പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലായിരിക്കും. ഇതൊക്കെ പ്രവാചകന്റെ ഹദീസുകൾ വന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതുപോലുള്ള ജ്യോത്സ്യപ്പണികളും അല്ലെങ്കിൽ ജ്യോതിഷവും പോലെയുള്ള കാര്യങ്ങളൊക്കെ പൈശാചികമാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വ. നിശ്ചയമായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ആ പിശാചിനെ ശത്രുവായി നിങ്ങൾ കാണണം. പൈശാചിക വഴികളാണിതൊക്കെ. ആ പിശാചിൻ്റെ ഏജന്റുമാരാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള കേന്ദ്രങ്ങൾ തുറന്നിരിക്കുന്നത് എന്ന് ഒരു വിശ്വാസി കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.